പാലക്കാട് എലപ്പള്ളി ബ്രൂവറി പദ്ധതിയിൽ സർക്കാരിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ അധികാരത്തിൽ കൈകടത്തിയുള്ള നിർമ്മാണ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. ഒയാസിസ് കമ്പനിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. ഇതിനെതിരെ ഒയാസിസിനെതിരെ തീർച്ചയായിട്ടും കേസിന് പോകാൻ തന്നെയാണ് പഞ്ചായത്തിലെ BJP മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാം ധൈര്യസമേതം ചെയ്യാനുള്ള, അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുന്നത് ആരാണ്? ഇതിൻ്റെ പിന്നിൽ വലിയൊരു ദുരൂഹതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള എക്സൈസ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മുഴുവൻ 100% സപ്പോർട്ട് കൊണ്ടാണ് അവരവിടെ പ്രവർത്തിക്കാനായിട്ട് ഇത്രയും നാൾ പ്രവർത്തിച്ചതും അത് ബന്ധപ്പെട്ട രേഖകളൊക്കെ ശരിയാക്കാനായിട്ട് പ്രവർത്തിച്ചതും. ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ഷംന, കഴിഞ്ഞ ദിവസം ഈ ഒയാസിസ് കമ്പനിയുടെ പ്രതിനിധികൾ അവിടെ എത്തുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടുന്ന തരത്തിൽ നിലമൊരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതവിടെ പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ഒക്കെ ചേർന്ന് തടഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ പഞ്ചായത്ത് ഇപ്പോൾ തുടർ നിയമ നടപടികളെ പറ്റി ആലോചിക്കുന്നതല്ലേ? തീർച്ചയായും വിജയകുമാർ, കഴിഞ്ഞ ദിവസം ഈ കമ്പനിക്കായി ഏറ്റെടുത്ത സ്ഥലം ഡിജിറ്റൽ സർവേക്ക് വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരു പുനർനിർമ്മാണവും തുടർ പ്രവർത്തനങ്ങളും അല്ല അവിടെ നടക്കുന്നത് എന്നൊക്കെയായിരുന്നു ഈ കമ്പനി പ്രതിനിധികൾ അറിയിച്ചത്. എന്നാൽ ഈ തണ്ണീർത്തടം സംരക്ഷിക്കൽ, കുടിവെള്ളം വിതരണം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിന് ഒരു പ്രാരംഭ അനുമതി പോലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കമ്പനിക്കാർ എടുത്തിട്ടില്ല. മറിച്ച് ഇങ്ങനെ ഒരു അനുമതി ഇല്ലാതെ ചെയ്യുന്നത് പൂർണ്ണമായും സർക്കാർ പിന്തുണയോടുകൂടിയാണ്. മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിലെന്തായാലും നിയമ നടപടിക്കൊരുങ്ങുകയാണ്. ഒയാസിസ് കമ്പനിക്കെതിരെ ഹർജി നൽകും. ഒപ്പം തന്നെ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ, ഇവർക്ക് വേണ്ട, ഒയാസിസ് കമ്പനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന സർക്കാർ തീരുമാനത്തിനെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ ഈ സർക്കാരിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ, കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഇതിലാണ് ഇപ്പോൾ നിയമോപദേശം തേടിയിട്ടുള്ളത്. എന്തായാലും നിയമോപദേശം ഇപ്പോൾ സർക്കാർ പ്ലീഡറുമായി തേടിയിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് അത് ലഭ്യമാവുന്നതോടുകൂടി തന്നെ സർക്കാരിനെതിരെയും ഈ കമ്പനിക്കെതിരെയും ഹർജിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ എന്തായാലും CPM അംഗങ്ങൾ വിട്ടുനിന്നിട്ടുണ്ട്. ഒപ്പം BJP കോൺഗ്രസ് അംഗങ്ങൾ പൂർണ്ണമായും ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത് ഐഷത്തുൽ ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.